ഹരി ഓം. കൃഷ്ണമന്ദിര ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ക്ലാസ് നയിക്കുന്നതിനെ മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ അങ്ങനെ 49ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന്. ഇപ്പോ 48 ക്ലാസ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് 147ാമത്തെ ശ്ലോകമായിരുന്നു. പ്രിയവ്രത 770ാമത്തെ നാമം പ്രിയവ്രത എന്നുള്ള നാമമായിരുന്നു. അതുകൊണ്ട് 148ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്കിന്ന് തുടങ്ങാം. ദുരാരാധ്യ ദുരാദർശ പാടലീ കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ. ദുരാരാധ്യ ദുരാദർശ പാടലീ കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ. ഇവിടെ 771 മുതൽ 776 വരെ 6 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. 148ാമത്തെ ഈരടിയിലുള്ളത്. നമുക്ക് ഓരോ നാമങ്ങളായി നോക്കാം. ദുരാരാധ്യ, ദുരാരാധ്യ. അപ്പൊ ദുരാരാധ്യ, ദുരാരാധ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധിക്കാൻ വിഷമമുള്ളവൾ എന്നാണ് ഇവിടെ ദുരാരാധ്യ എന്നാൽ പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം. അപ്പോ 681ാമത്തെ നാമത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മള് സുഖാരാധ്യ ശോഭന സുലഭാകൃതി എന്നുള്ള ഒരു നാമം കണ്ടു. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? സുഖാരാധ്യ. ഇവിടെ എന്താ പറയുന്നത്? ദുരാരാധ്യ. ദുരാരാധ്യ എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ വിഷമമുള്ളവൾ. എങ്ങനെയുള്ളവർക്ക്? പാപികൾക്കും ചഞ്ചലചിത്തരായവർക്കും ദേവി ദുരാരാധ്യയാണ്. അപ്പോ ഇത് നമ്മളെ കുറിച്ചല്ല പറയുന്നത്. ഇന്ദ്രിയ സംയമനം ഇല്ലെങ്കിൽ ദേവി ഭജനം പറ്റില്ല. എവിടെയെങ്കിലുമൊക്കെ മനസ്സ് വ്യാപൃതമായിക്കൊണ്ടിരിക്കും. അതിന് പോണം തോന്നും, അപ്പൊ ഇത് ഉപേക്ഷിച്ച് എണീറ്റ് പോകാൻ തോന്നും. ഇപ്പോ വേണ്ടത് എന്താണ്? ഇന്ദ്രിയ സംയമനം. അപ്പൊ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തി ഉള്ളിലോട്ട് നോക്കാൻ പഠിക്കണം. അതാണ് ദേവി. അന്ധക്കരണ ശുദ്ധിയുള്ളവർക്കാണ് ദേവി പ്രസാദിക്കുക. അവരെയാണ് ദേവി ആ നേരായ വഴി കാണിച്ചു കൊടുക്കുക. മറ്റുള്ളവരൊക്കെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബ്രൈബിങ്, ആസ് യൂഷ്വൽ ഓൾവേസ് വി സേ there are two types of offerings. One is bribing and another is begging. അപ്പൊ അതുപോലെ അല്ലാതെ ഇവിടെ ശരിക്കും ആ നിശ്ചയദാർഢ്യത്തോടുകൂടി അചഞ്ചല ചിത്തരായിട്ട് ആ ദേവിയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആ ദേവി എന്നിൽ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദേവി എന്തായി മാറുന്നത്? സുഖാരാധ്യയായി മാറുന്നത്. അതല്ലാത്തവർക്കൊക്കെ ദേവി ദുരാരാധ്യയാണ്. പാപികൾക്കും ചഞ്ചലചിത്തരായവർക്കും ഇന്ദ്രിയ വിഷയങ്ങളില് ഭോഗിച്ചു നടക്കുന്നവർക്കും ദേവി എപ്പോഴും എന്താണ്? ദുരാരാധ്യയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ഓം ദുരാരാധ്യായേ നമ എന്നാണ്. ഇനി 772ാമത്തെ നാമം നോക്കാം. ദുരാധർഷ. ദുരാധർഷ. ഇവിടെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തോൽപ്പിക്കുക, കീഴടക്കുക, വശത്താക്കുക, സ്വാധീനപ്പെടുത്തുക എന്നൊക്കെയാണ് ദർശിക്കുക എന്നുള്ള സംസ്കൃത വാക്കിനർത്ഥം. അപ്പോ
ദേവി ദുരാധർഷയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ദേവിയെ ദർശനം ചെയ്യാൻ, തോൽപ്പിക്കാൻ, കീഴടക്കാൻ, വശത്താക്കാൻ, സ്വാധീനപ്പെടുത്താൻ എളുപ്പമല്ല. ഓ, അസുരന്മാരാണെങ്കിൽ അവർക്ക് ദേവിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ദേവേന്ദ്രൻ വന്നാലും ദേവിയെ കീഴടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ വളരെ ഭക്തനാണ്, ഞാൻ ഉന്നതമായിട്ടുള്ള പദവികളും അതുപോലെ തന്നെ മഹിമകളൊക്കെ അലങ്കരിക്കുന്നവനാണ്, അതുകൊണ്ട് എന്നെ ദേവി വേഗം ഞാൻ സ്വാധീനിക്കപ്പെടും. ഒന്നും നടക്കില്ല. എനിക്ക് മന്ത്രം അറിയാം, എനിക്ക് തന്ത്രം അറിയാം, ഒന്നും നടക്കില്ല. ദേവിയെ വശത്താക്കാനും സ്വാധീനിക്കാനും പറ്റില്ല. ദർശനം ചെയ്യാൻ എളുപ്പമില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ദുരാദർശ എന്ന് പറയുന്നു. അപ്പൊ ദേവിയെ സ്വാധീനത്തിലാക്കാൻ എന്ത് വേണം? നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തിയും മനോനിയന്ത്രണവും വേണം. എന്നാലാണ് ദേവി എളുപ്പത്തിൽ നമ്മൾക്ക് വശത്താവുകയുള്ളൂ ദേവി. അപ്പോ എന്താണ് ദേവിയെ വശത്താക്കാൻ വേണ്ടത്? നല്ല മനസ്ഥിതി വേണം. അതുപോലെ തന്നെ നല്ല നിർമ്മലമായിട്ടുള്ള ഭക്തിഭാവം വേണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ദേവി പ്രസാദിക്കും. എപ്പോഴും ആ ചിത്തം പ്രസാദിക്കപ്പെടും എന്നുള്ളതാണ് ദേവിയുടെ. അപ്പൊ ദേവിയുടെ മനോമുകുരത്തില്, ദേവി നമ്മുടെ മനോമുകുരത്തില് അങ്ങനെ വിളക്കായിട്ട്, നെയ്വിളക്കായിട്ട് വിളങ്ങും. അല്ലെങ്കിൽ ദേവി ആരാണ്? ദുരാദർശയാണ്. തോൽപ്പിക്കാനോ കീഴടക്കാനോ വശത്താക്കാനോ പെട്ടെന്ന് പറ്റാത്ത ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ദുരാദർശ എന്ന് പറയുന്നു. അപ്പൊ ആർക്കാണ്? കഴിഞ്ഞ നാമത്തിന്റെ കണ്ടിന്യൂറ്റി ആണത്. ആർക്കാണോ ദേവിയെ വശത്താക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആരാധിക്കാൻ പറ്റാത്തത്, അവർക്ക് ദേവി കീഴടങ്ങുകയില്ല, അല്ലെങ്കിൽ അവരിൽ ദേവി പ്രീതയാകുകയുമില്ല എന്നുള്ളതാണ് ദുരാദർശ എന്നുള്ള നാമത്തിന്. ഇനി 773 നാം നോക്കാം. പാടലി കുസുമപ്രിയ. പാടലി കുസുമപ്രിയ. പാടലി കുസുമം എന്ന് പറഞ്ഞാൽ പാതിരിച്ചെടിയുടെ പൂവ് അല്ലെങ്കിൽ പൂപ്പാതിരി. ഇത് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു പുഷ്പമാണ്. എനിക്ക് വളരെ പരിചയമില്ലാത്തതാണ്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പൂപ്പാതിരി എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോ പാടലി കുസുമം, ശരിക്കും പാടലവർണം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വെളുപ്പ് ചുവപ്പിനോട് കൂടി കലരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണത്തെയാണ് പാടലവർണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കടും ചുവപ്പുമല്ല വെളുപ്പുമല്ല, രണ്ടിന്റെയും സങ്കരമാണ്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴുള്ള വർണ്ണമാണ് പാടലവർണം. അപ്പോ ശിവന് കൂവളം, പാർവതിക്ക് പാതിരിപ്പൂവ്. ഇത് പ്രിയമാണെന്നാണ് എല്ലാ ശ്ലോകങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോ പൂപ്പാതിരിയുടെ പൂവ് ദേവിക്ക് ചൂടിക്കുന്നതും ഭഗവാനെ, ശങ്കര ഭഗവാനെ നമ്മുടെ കൂവളത്തിലകൾ കൊണ്ട് ആരാധിക്കുന്നതും വളരെയധികം പ്രിയമുള്ളതാണ് രണ്ടുപേർക്കും എന്ന് പറയുന്നു. അപ്പൊ പാടലി കുസുമപ്രിയ, പാടലി കുസുമം കൊണ്ടുള്ള ആരാധന ദേവിക്ക് അതീവ പ്രിയമേറിയതാണ്. അതുകൊണ്ട് ദേവി പാടലി കുസുമപ്രിയായേ നമ എന്ന് പറയും. 774 നാമം മഹതി. മഹതി എന്നുള്ള പേര്. മഹപൂജായാം എന്നാണ് നിർവചനം. മഹപൂജായാം, ഈ നിർവചനം അനുസരിച്ച് പൂജിക്കാൻ അല്ലെങ്കിൽ ആരാധിക്കാൻ ഏറ്റവും അർഹയായവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹതി. അപ്പോ മഹ എന്ന് പറഞ്ഞാൽ പൂജയാണ്, പൂജയ്ക്കാണ് മഹ എന്ന് പറയുന്നത്. മഹപൂജായാം. അപ്പൊ പൂജ മഹ എന്നുള്ള നിർവചനമാണെങ്കിൽ മഹതി പൂജിക്കാൻ ഏറ്റവും അർഹയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ മഹതി എന്ന് വിളിക്കുന്നു. ഇനി ശരിക്കും നമ്മൾ വാക്യാർത്ഥം നോക്കുകയാണെങ്കിൽ മഹാൻ, മഹതി എന്നൊക്കെ പറഞ്ഞാൽ ശ്രേഷ്ഠയായവൻ, ശ്രേഷ്ഠനായവൻ, ശ്രേഷ്ഠയായവൾ എന്നൊക്കെയാണ്. അപ്പോൾ ശ്രേഷ്ഠ, മഹാത്മ്യമുള്ളവൾ എന്നൊക്കെയാണ് മഹതി എന്നുള്ളതിന്റെ മറ്റൊരർത്ഥം. ഇനി ശരിക്കും സർവ പ്രപഞ്ചങ്ങളും ആരിലാണ് അടങ്ങിയിരിക്കുന്നത്? ദേവിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോ ദേവി എന്താണ്? ദേവി പ്രപഞ്ചത്തെക്കാളും വലുതാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തെക്കാളും ഈ ബ്രഹ്മാണ്ടത്തെക്കാളും വലുതാണ് ദേവി. കാരണം ദേവിയിലാണ് ഈ നാമങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവിക്കകത്താണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ദേവി പ്രപഞ്ചത്തിനേക്കാളും വലുതാണ്. അപ്പൊ മഹത്തായതാണ് ദേവി വലുപ്പത്തില്. അതുകൊണ്ടും ദേവി മഹതി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി നാരദന്റെ വീണയ്ക്ക് മഹതി എന്ന് പറയും നമുക്കറിയാം. കച്ചവി സരസ്വതിയുടെ വീണയാണ്. അതുപോലെ തന്നെ
നാരദന്റെ വീണയാണ് മഹതി. സംഗീതത്തില് അതീവ പ്രാവീണ്യമുള്ള ആളാണ് നാരദൻ. നാദരൂപിണിയായ ദേവി തന്നെ മഹതി എന്നുള്ള വീണയായിട്ട് നാരദന്റെ കൂടെ ആ വാണീദേവിയായിട്ട് അങ്ങനെ ഭവിച്ച് കൂടെ നടക്കുകയാണ്. ആ നാരായണ നാമം പാടുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹരമായിട്ടുള്ള ആ ശബ്ദ സൗകുമാര്യം, ആ രാഗം, ലയം, താളം, ഇതൊക്കെ മഹതി വീണയായിട്ട് ദേവി കൂടെ നടക്കുകയാണ്. കാരണം ഭഗവത് നാമം പാടിയിട്ടാണ് ഏത് സമയത്തും നാരദൻ സഞ്ചരിക്കുന്നത്. അപ്പൊ ദേവിക്ക് വളരെ പ്രീതിയുള്ളതാണത്. ദേവി മഹതി എന്നുള്ള വീണാരൂപത്തിൽ തന്നെ നാരദന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന മഹതി എന്നുള്ള പേര്. അപ്പോ പൂജ, എല്ലാ പൂജകൾക്കും എല്ലാ യജ്ഞങ്ങൾക്കും അതൊക്കെ കൊണ്ട് ആരാധിക്കാൻ ഏറ്റവും ഉത്തമയായവളാണ് ദേവി. അതുകൊണ്ട് മഹതി എന്നുള്ള നാമം. ബാക്കിയുള്ള നാമങ്ങളിലെ എല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഓർക്കേണ്ടതാണ് മഹാപൂജായാം, പൂജകൾക്കൊക്കെ നാഥയായിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹതി. ഇനി 775 നാമം നോക്കാം. മേരുനിലയ. ഇവിടെ നമ്മള് സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗര നായിക എന്നൊക്കെ ദേവിയുടെ അഡ്രസ്സ്, ആദ്യം ദേവി എവിടുന്നാ വന്നെന്നും ദേവിയുടെ രൂപവർണ്ണന എന്താണെന്നും ശിരസ് മുതൽ നഖം വരെ എല്ലാം വർണ്ണിച്ചതിന് ശേഷം ദേവി എവിടെ ഇരിക്കുന്നതെന്നും ദേവിയുടെ പുരം ഏതാണെന്നും ദേവിയുടെ പട്ടണം ഏതാണെന്നും ദേവിയുടെ ഗൃഹം ഏതാണെന്നും ദേവിയുടെ സിംഹാസനം ഏതാണെന്നും ദേവിയുടെ കട്ടിലിന്റെ കാലുകൾ ആരൊക്കെയാണെന്നും ഇങ്ങനെ അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്. അപ്പോ മഹാമേരു പർവ്വതം നിലയമാക്കിയവളാണ് ദേവി. സുമേരു മധ്യശൃംഗസ്ഥ. 55 നാമം ഓർക്കുക. സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമൻ നഗരനായിക. അപ്പോ മഹാമേരു പർവ്വതം നിലയമാക്കിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം മേരുനിലയ എന്ന്. ഇനി സുമേരു പർവ്വതത്തിന് 3 കൊടുമുടികൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. അവയുടെ മധ്യത്തില് ഇപ്പോ ഒരു ത്രികോണം പോലെ ഒരു കൊടുമുടി ഇവിടുന്ന് ഇങ്ങനെ, ഒരു കൊടുമുടി ഇവിടുന്ന് ഇങ്ങനെ, ഒരു കൊടുമുടി ഇങ്ങനെ. അപ്പൊ അങ്ങനെ ശരിക്കും ത്രിമാന രൂപിയായി കഴിഞ്ഞാൽ നടുവിലൊരു ഒരു നടുവിൽ നമുക്കൊരു സ്തംഭം പോലെ ഒരു കൊടുമുടി കൂടി ഉണ്ടാക്കാം. അപ്പൊ 3 കൊടുമുടികളുടെയും മധ്യത്തിൽ, ആ ത്രികോണം മധ്യത്തിലുള്ള കൊടുമുടിയിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അതില് ഒരു കൊടുമുടിയെ നമ്മൾ എന്ത് പറയുന്നു, ബ്രഹ്മാവിന്റെ ആസ്ഥാനമായിട്ടുള്ള കൊടുമുടിയാണ്. രണ്ടാമത്തെ ത്രികോണത്തിലുള്ള കൊടുമുടിയിലെ വിഷ്ണുവിന്റെ ആസ്ഥാനമായിട്ടുള്ള കൊടുമുടിയാണ്. മൂന്നാമത്തെ കൊടുമുടി പരമേശ്വരന്റെ ആസ്ഥാനമാണ്. ഇതിന്റെ 3നും നടുവിലുള്ള ആ കൊടുമുടിയിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മേരുനിലയായി 3 ഉണ്ടായാലും നടുക്കുള്ള കൊടുമുടിയിലിരിക്കുന്ന ദേവിയാണ് മഹാമേരു പർവ്വതത്തിലെ മേരുനിലയ എന്ന് പറയുന്നത്. ഇനി ശ്രീചക്രം നോക്കിക്കഴിഞ്ഞാൽ, ശ്രീചക്രത്തിനും നമ്മൾ കണ്ടു, ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള രൂപത്തിലുള്ള ശ്രീചക്രം ഉണ്ട്, പിന്നെ ഒന്ന് ത്രിമാന രൂപത്തിലുള്ള ശ്രീചക്രം ഉണ്ട്. അപ്പൊ ശ്രീചക്രത്തിന്റെ ത്രിമാന രൂപം എടുത്തു കഴിഞ്ഞാൽ അതിനെ മേരു എന്നാണ് പറയുന്നത്. അപ്പൊ ആ മേരു ശ്രീചക്രത്തിലെ ആസ്ഥാനമാക്കിയവളാണ് ദേവി. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ദേവിയെ അവിടെ എന്താണ് പറയുന്നത്, ദേവി മേരുനിലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തിനും ഭൂപ്രസ്ഥാരം, അത് കഴിഞ്ഞാൽ കൈലാസ പ്രസ്ഥാരം, മേരു പ്രസ്ഥാരം, ഇങ്ങനെ 3 പ്രസ്ഥാരങ്ങളാണ് ഈ ശ്രീചക്രത്തിനെ ഇങ്ങനെ ഈ ത്രിമാന രൂപത്തിൽ ഉണ്ടാവുന്നത്. അപ്പോ വശിന്യാദി എന്താ പറയാ ദേവികള് ഒക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഭാഗത്തും ഇതിന്റെയൊക്കെ അധിഷ്ഠാന ദേവതകളായി ഇരിക്കുന്നുണ്ട്. നിത്യദേവതകളായിട്ട് ഉപാസിക്കുന്നുണ്ട് ദേവിയെ വശിന്യാദി ദേവതകള്. അപ്പോ ഈ 3 നടുവിലാണ് ആ മേരുനിലയ എന്നുള്ള രൂപത്തില് ദേവി ഇരിക്കുന്നത്. അതുകൊണ്ട് ദേവിയെ മേരുനിലയ എന്ന് പറയുന്നു. ഇനി കുണ്ടലിനി കാണുകയാണെങ്കിൽ ധാരാളം നമ്മൾ കുണ്ടലിനിയുടെ ദേവിയുടെ നാമങ്ങൾ നമ്മളൊരു 100 നാമങ്ങളെങ്കിലും ഈ ഇതുവരെ പഠിച്ചതില് കുണ്ടലിനിയായി ബന്ധപ്പെട്ടത് കണ്ടു. കുണ്ടലിനിയുടെ സഞ്ചാരം, പെണ്ടാണ്ടത്തില് കുണ്ടലിനിയുടെ സഞ്ചാരം എവിടെ കൂടെയാണ്? മേരുദണ്ഡത്തിലൂടെ. മേരുദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ടല്. അപ്പൊ ദേവി കുണ്ടലിനി ശക്തിയായിട്ട് മൂലാധാര ചക്രത്തിൽ നിന്നും സഹസ്രാരത്തിലേക്കും സഹസ്രാരത്തിൽ നിന്ന് മൂലാധാരത്തിലേക്കും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദേവിയുടെ പാതയാണ് ഏത്? മേരുദണ്ഡം. അതുകൊണ്ടും ദേവി എന്ത് പറയുന്നു? മേരുനിലയ എന്ന് പറയുന്നു. മൂലാധാരത്തിലായിട്ടും സ്വാധിഷ്ഠാനത്തിലായിട്ടും മണിപൂരത്തിലായിട്ടും അനാഹതത്തിലായിട്ടും ആജ്ഞയിലായിട്ടും അല്ലെ, അങ്ങനെ ദേവി എല്ലായിടത്തും അങ്ങനെ ഭ്രൂമധ്യത്തിലായിട്ടും അതുപോലെ സഹസ്രാരത്തിലായിട്ടും ഈ മേരുദണ്ഡത്തിലൂടെ ദേവി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, സ്ഥിതയായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മേരുദണ്ഡത്തിൽ നിലയമാക്കിയതിനാൽ
ദേവിയെ മേരുനിലയ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാണ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ഇപ്പൊ അതിന്റെ രൂപമായിട്ടാണ് എന്ത് കാണിച്ചു തന്നത്, നമ്മളെ ശ്രീചക്രത്തെ. അതേസമയത്ത് പിണ്ടാണ്ടമായി വരുമ്പോ അത് നമ്മുടെ ശരീരം തന്നെയായി മാറും. ആ ശരീരത്തിലെ മേരുദണ്ഡത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് ദേവി കുണ്ടലിനി ശാസ്ത്രത്തിലും മേരുനിലയ എന്ന നാമത്തിന് ദേവി അർഹയാണ്. വളരെ ഉചിതമായ നാമമാണ്. ഓം മേരുനിലയായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. 776 വീണ്ടും ഒരു കുസുമമാണ്, മന്ദാര കുസുമപ്രിയ. നമ്മളൊക്കെ പൊതുവെ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ കാണുന്ന വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയുണ്ട്, വെളുത്ത പുഷ്പങ്ങളുള്ളത്, അധികം മരമൊന്നും ആവാതെ ഒരു ഷ്രബ് എന്ന് പറയുന്ന രീതിയിലുള്ള, അതിനെയാണ് മന്ദാരം എന്ന് പറയാം. ശരിക്കും മന്ദാരം എന്ന് പറഞ്ഞാൽ ഈ ദേവലോകത്തെ ഒരു പുഷ്പമാണ്. അത് തന്നെ ഭൂലോകത്തെ പുഷ്പമായിട്ട് നമുക്ക് ഈ മന്ദാരത്തെ കണക്കാക്കാം. അപ്പൊ വൃക്ഷങ്ങൾ 5 ഉണ്ട്. അതിനകത്ത് പറയപ്പെടുന്നത് മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. ഇങ്ങനെ 5 വൃക്ഷങ്ങളാണ് ദേവലോകത്തെ നമ്മൾ കാണപ്പെടുന്നത്. അതിനകത്ത് ദേവിക്ക് ഏറ്റവും പ്രിയമുള്ളതാണ് മന്ദാരം. ഇപ്പൊ നമ്മളിവിടെ കാണുന്ന വെളുത്ത മന്ദാരവും ദേവിക്ക് പ്രിയകരമാണെന്ന് നമുക്ക് സങ്കല്പിച്ച് അർപ്പിക്കാം. മന്ദാര കുസുമപ്രിയ. അങ്ങനെ ആ 148 ശ്ലോകം കഴിഞ്ഞു. വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്, അതുകൊണ്ട് വേഗം വേഗം പോകാൻ പറ്റും. ഇത്രയും നമ്മൾ ശാസ്ത്രനാമം പഠിച്ച്, നമ്മൾ ശാസ്ത്രനാമത്തിലെ ഏത് നാമങ്ങൾ പറഞ്ഞാലും ഇപ്പൊ നമുക്ക് അന്തരാർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, വളരെ കുറച്ച് നാമങ്ങൾ ഒഴികെ. അതുകൊണ്ട് നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. 149 ശ്ലോകം. വീരാരാധ്യ വിരാട് രൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി. വീരാരാധ്യ വിരാട് രൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി. ഇവിടെ 777 മുതൽ 784 വരെയുള്ള 8 നാമങ്ങളാണ് ഈ 149 ശ്ലോകത്തിലുള്ള. ഓരോ നാമങ്ങളായി നോക്കാം. 8 നാമങ്ങൾ പെട്ടെന്ന് പോകും. വീരാരാധ്യ, വളരെ എളുപ്പമാണ്. വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ ദേവി. ആ ദേവിക്ക് നമസ്കാരം. എല്ലാം ഇത് കൂട്ടണം കേട്ടോ. ഏത് പേര് വരുമ്പോഴും ആരാണോ അവൾ, ആ ദേവിക്ക് നമസ്കാരം. ഓം വീരാരാധ്യയേ നമഃ. ഇപ്പൊ വീരാരാധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരാരാധ്യായിരിക്കുന്ന ആ അമ്പയ്ക്ക് നമസ്കാരം. അപ്പൊ വീരൻ ശരിക്കും ആരാണ് വീരൻ? ധർമാധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ധൈര്യവും ശൗര്യവുമുള്ള ആളെയാണ് വീരൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്തെങ്കിലും ഇപ്പൊ ഒരു പട്ടാപ്പകല് ഒരു ബാങ്ക് കൊള്ളയടിച്ചു, ഭയങ്കര ധൈര്യം വേണം അതിന്, നല്ല വീരശൂര പരാക്രമവും വേണം. പക്ഷെ അയാളെ വീരൻ എന്ന് വിളിക്കുമോ? നമ്മള് വിളിക്കില്ല. കള്ളൻ, കൊള്ളക്കാരൻ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോ നമ്മൾ വീരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മമായിരിക്കണം അയാൾ ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവണം. അത് ചെയ്യാനുള്ള ധൈര്യവും ശൗര്യവുമാണ് വീരന്റെ മുഖമുദ്ര. അങ്ങനെയുള്ള വീരൻ, ആ വീരന്മാർ ആരാധിക്കുന്നത്, ദേവി ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദേവിക്ക് പെട്ടെന്ന് പ്രത്യക്ഷാവും ദേവി അങ്ങനെയുള്ളവർക്ക്. ഇനി നമ്മളെ എടുക്കുകയാണെങ്കിലോ, ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ ദേവി നമ്മളിലുള്ള ദുർഗുണങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളെ വീരനാക്കി മാറ്റും. നമ്മുടെ ആരാധന മെത്തേഡിനെ ദേവി തന്നെ മാറ്റിയിട്ട് വീരാരാധ്യനാക്കി മാറ്റും നമ്മളെ, അല്ലെങ്കിൽ വീരാരാധ്യയാക്കി മാറ്റും. അപ്പൊ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ദേവിയുടെ ഭക്തന്മാരെ ഒക്കെ വീരന്മാരാക്കാൻ, അവരുടെ ദുർഗുണങ്ങളെയും അധർമ്മങ്ങളെയൊക്കെ പതുക്കെ പതുക്കെ ഹനിച്ച് ദേവി അവരെ ആ നേരായ പാതയിലേക്ക് നയിച്ച് വീരന്മാരാക്കി മാറ്റും. അതിനാണ് വീരാരാധ്യ എന്ന് പറയുന്നത്. ഇപ്പോ അർജുനൻ വീരനായിരുന്നു, അർജുനന്റെ ബലത്തിലായിരുന്നു എല്ലാവരും ഒരുങ്ങിയത്. ഇക്കണ്ട പടകൾ മുഴുവൻ വന്നത്, അല്ലെ, 18 അക്ഷൗണി പട എല്ലാം വന്ന് നിരന്നത് അർജുനന്റെ ബലത്തിലായിരുന്നു. എന്നിട്ട് അർജുനൻ പറയാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഭീഷ്മര് മരിക്കില്ലേ, എന്റെ ഗുരുക്കള് മരിക്കില്ലേ, ബന്ധുക്കള് മരിക്കില്ലേ? അപ്പൊ ഇതൊക്കെ ആദ്യം ചിന്തിക്കണമായിരുന്നു. അത് യുദ്ധക്കളത്തിൽ വന്ന് യു കനോട്ട് ഡിസൈഡ് നൗ. നോ, ഒറ്റയ്ക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എല്ലാവരും കൂടി വന്ന്
യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ആലോചിച്ചുറച്ച് കുരുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു അർജുനൻ മാത്രം തീരുമാനിക്കുകയാണ് എന്തിനാ യുദ്ധം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നും അവർ വെട്ടി മരിച്ചാലും വേണ്ടില്ല എന്ന് പറയും. അപ്പോ അദ്ദേഹത്തിൽ വീണ്ടും ആ വീരലക്ഷണം, നീ വീരനാണ്, നീ ഇങ്ങനെ ക്ലൈബ്യം ഉള്ള അതാണ് ക്ലൈബ്യം, ക്ലീബത എന്ന് പറഞ്ഞാൽ നപുംസകത്തിനെ പോലെ സംസാരിക്കുന്നത്. നപുംസകമായിരിക്കുമ്പോഴും ഉത്തരന്റെ രാജധാനിയിൽ നിന്ന് തന്റെ ഐഡന്റിറ്റി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 14 വർഷം കഴിയുമ്പോൾ അന്ന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയും ഇവർക്ക് രാജ്യം കൊടുക്കാതിരിക്കുന്നത്. കാരണം ഉത്തരൻ ആ പശുക്കളെ പിടിച്ചുകൊണ്ടുപോവാണ്, ദുര്യോധനും കൂട്ടുകാരും ഒക്കെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന ഉത്തരന്റെ തേരാളിയായി പോകുന്നത് ആരാണ്? അർജുനാണ്. അതിനുശേഷം അർജുനൻ ഉത്തരനെ നിർബന്ധിച്ച് പിടിച്ച് കെട്ടി തേരിലിരുത്തി ആ സൈന്യങ്ങൾ, ദ്രോണരടക്കമുള്ള സൈന്യത്തെ തോൽപ്പിച്ച് പശുക്കളെ മുഴുവൻ വിട്ടെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോ ക്ലീബനായിരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹം വീരനായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. വീരനായിരിക്കുമ്പോഴാണ് ക്ലീബത കാണിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ മോശമായ വാക്കുകളാണ് 2 ശ്ലോകത്തില് ശരിക്കിട്ട് അടിക്കുന്ന വാക്കുകളാണ് കൊടുക്കുന്നത്. നീ ക്ഷത്രിയ ധർമ്മം അല്ല ചെയ്യുന്നത്, ക്ലീബതയാണെന്നാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ വീരനാക്കി മാറ്റും. അതാണ് സത്സംഗമുണ്ടെങ്കിൽ, നിങ്ങളിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങളെ വീരൻ ആക്കി മാറ്റും, ദുർഗുണങ്ങളെ മാറ്റി നിർത്തിയിട്ട് സദ്ഗുണങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് വീരാരാധ്യ എന്നുള്ള നാമത്തിന് വളരെ പ്രാധാന്യമുള്ളത്. നമ്മളൊക്കെ ഇത് ആലോചിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ വീരനാവണം. വീരൻ എന്ന് പറഞ്ഞാൽ വാളെടുത്ത് പടവാൾ വെട്ടുക എന്നുള്ളതല്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് അത് ചെയ്യാനുള്ള ധൈര്യവും ശൗര്യവും കാണിക്കണം. അതാണ് ഹിന്ദുക്കൾക്ക് ഇല്ലാതിരിക്കുന്നത്. അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ പെട്ട് വലഞ്ഞ് ഒരു വലിയ ധർമ്മത്തെയാണ് നമ്മൾ എല്ലാവരും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പങ്ക് മലയാളികൾക്കാണ് എന്നുള്ളത് വളരെ 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 സങ്കടമുള്ള അവസ്ഥയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോ ഒരു കശ്മീരി ടെററിസ്റ്റ് കയറി എന്നുള്ള വാർത്ത പോലും മുക്കിയിട്ട് നടക്കുന്ന കാലമാണ്. അപ്പോ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീരനായി മാറേണ്ടതാണ്. വീരഗതി പ്രാപിക്കുമെന്നാണ്. വീരസ്വർഗം പ്രാപിച്ചാലും ശരിക്കും ഈ ഷണ്ഡത്വത്തോടു കൂടി ജീവിക്കരുത് എന്നുള്ളതാണ് ഈ നാമങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദേവിയുടെ പ്രസാദം കൊണ്ട് നമ്മളൊക്കെ വീരന്മാരാവട്ടെ, ശൂരന്മാരാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വീരൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ അർത്ഥങ്ങളുണ്ട്. നടൻ, അഗ്നി, വിഷ്ണു, വീരഭദ്രൻ, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നടൻ, അഗ്നി, വിഷ്ണു, വീരഭദ്രൻ. അപ്പോ നടന ചാതുരി ഉള്ള ആളുകള്, സർവകലാത്മിക നടന ചാതുരിയുള്ള ആളുകളില് അവര് നൃത്തത്തില് എന്താ പറയാ, അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞ ദേവിയും ശിവനെയൊക്കെ ആരാധിക്കും അല്ലെ. അതുപോലെ തന്നെ സംഗീതം പഠിച്ചവര് ദേവിയെ ആരാധിക്കും. അപ്പോ കലയായിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന ദേവിയാണ്. അവര് ദേവിയെ ആരാധിക്കുമ്പോൾ ദേവിക്ക് വളരെ പ്രീതിയാണ്. വീണ്ടും അവരുടെ കല കൂട്ടിക്കൊണ്ടേയിരിക്കും മൂകാംബികയായിട്ട്. അപ്പോ നടന ചാതുരിയാണെങ്കിലും ഗാനചാതുരിയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ നൃത്തചാതുരിയാണെങ്കിലും അഭിനയ ചാതുരിയാണെങ്കിലും ദേവി അവരുടെയൊക്കെ ഉള്ളില് ആ കലാരൂപമായിട്ട് വിളങ്ങിയിട്ട് അവരെ വീരാരാധ്യരാക്കി മാറ്റും. അതുപോലെ അഗ്നി 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 വീരാരാധ്യ, അഗ്നിദേവൻ ചെയ്യുന്ന ആരാധന എപ്പോഴും അഗ്നിയാണ്. എന്ത് ഹവൻ ചെയ്യുമ്പോഴും ഹോമം ചെയ്യുമ്പോഴും ഒക്കെ അഗ്നിയെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അഗ്നിയോട് കൂടെ ചെയ്യുന്ന ആരാധന ദേവിക്ക് വളരെ ഇഷ്ടമാണ്. മറ്റൊരർത്ഥം വീരൻ എന്നുള്ളതിന് വിഷ്ണു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ വിഷ്ണു ദേവിയെ ആരാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും കണ്ടു. അതുപോലെ വീരഭദ്രൻ എന്ന് പറഞ്ഞ ആ ശിവന്റെ ആ രൂപം, അതും ദേവി ആരാധിക്കുന്നു. അതുകൊണ്ട് ഇവരാലൊക്കെയുള്ള ആരാധന ദേവിക്ക് പ്രിയമുള്ളതാണ്. അതുകൊണ്ട് വീരാരാധ്യ. അപ്പൊ ശരിക്കും നമ്മളതാണ് വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. നമ്മളുടെ ഒക്കെ ആ വീരവും ശൗര്യവും ദേവി ഉണർത്തട്ടെ, ഈ സനാതന ധർമ്മത്തെ മുന്നിലോട്ട് നയിക്കാൻ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നാമത്തിലേക്ക് കടക്കാം. വിരാട് രൂപ 778. വിരാട് രൂപ എന്ന് പറഞ്ഞാൽ അറിയാം, വിരാട് സ്വരൂപത്തെ കുറിച്ചൊക്കെ നാരായണീയം പഠിച്ചപ്പോഴും ഭാഗവതം കേട്ടപ്പോഴും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണിത്. എന്നാലും ശരിക്കും വിവിധം രാജതേ ഇത് വിരാട്, വിവിധം രാജതേ ഇത് വിരാട് എന്നാണ് അതിന്റെ അർത്ഥം, അന്വയം. അപ്പോ ശരിക്കും വിരാട് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വിവിധം രാജതേ, എല്ലായിടത്തും വിലസി നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിനാണ് വിരാട്. വിരാട് സ്വരൂപം, ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിറഞ്ഞു നിൽക്കുകയാണ്, ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്. അപ്പൊ അത് തന്നെയാണ് ശക്തി.
അതുകൊണ്ടാണ് ദേവിയെ വിരാട് രൂപ എന്ന് പറഞ്ഞത്. പ്രപഞ്ച സ്വരൂപിണി എന്നാണ് വിരാട് രൂപ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോ വിരാട്, വിശ്വം, ബ്രഹ്മം ഇതൊക്കെ ഒന്ന് തന്നെയാണ്. സർവ പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നതും സർവ കാരണവുമായ, എല്ലാറ്റിനും കാരണമാണ്. എന്തുണ്ടോ ഈ പ്രപഞ്ചത്തില് അതിനൊക്കെ കാരണമാണ് ആ പരബ്രഹ്മത്തെയാണ് എന്ത് പറയുന്നത്, വിരാട് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോ ആ വിരാട് സ്വരൂപം ആരാണ്? ദേവിയാണ്. ആ വിരാട് സ്വരൂപ ധാരിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വിരാട് രൂപ എന്ന് വിളിക്കുന്നു. വിരാട് രൂപ. ഇനി 779 നാമം വിരജ. വിരജ എന്ന് പറഞ്ഞാൽ വിഗതമായിട്ടുള്ള രജസ്സോട് കൂടിയവൾ. വിഗതമായിട്ടുള്ള രജസ്സോട് കൂടി. ഇപ്പൊ രജസ് 3 ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോ രജസ് ഈ ഗുണത്തിന് കൂടുതലായിട്ട് നമ്മള് പ്രത്യക്ഷമായിട്ട് പറയുകയാണെങ്കിൽ രജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടി. പൊടിക്ക് പറയും മാലിന്യം, പൊടി, പാപം. ഇതിനൊക്കെയും ഈ ത്രിഗുണങ്ങൾ ഒഴികെ ഉള്ള രജസിന് എന്താ അർത്ഥം? എന്താണ്? മാലിന്യം, പൊടി, പാപം എന്നൊക്കെയാണ്. അപ്പൊ ഇതിലെ വന്ദന ശ്ലോകത്ത് തന്നെ ശ്രീ ഗുരുചരണ, ഹനുമാൻ ചാലിസയിലെ ശ്രീ ഗുരുചരണ സരോജ രജ എന്നാണ് പറയുന്നത്. എന്താണ്? ശ്രീ ഗുരു ചരണത്തിലെ ശരണമാകുന്ന സരോജത്തിലെ രജസ്, പൊടി. ആ പൊടി എടുത്തിട്ട് എന്റെ മനോമുകുരത്തെ ഞാൻ സുധാരി, പോളിഷ് ചെയ്യാണ് എന്നാണ് ആദ്യമായി പറയുന്നത്. അപ്പോ ഇവിടെ മാലിന്യം, പൊടി, പാപം ഇതൊക്കെ വിരജയാണ് ദേവി. വിഗതമായ രജസ്സോട് കൂടിയവളാണ്. ദേവിക്ക് ഒരു മാലിന്യവും അപ്ലൈഡ് അല്ല, അപ്ലിക്കബിളും അല്ല. ദേവിക്ക് ഒരു പൊടിയുമില്ല ദേവിയില്. ദേവിക്ക് ഒരു മാലിന്യവുമില്ല, ദേവിക്ക് ഒരു പാപവുമില്ല. അതുകൊണ്ട് വിഗതമായ രജസ്സോട് കൂടിയവൾ എന്ന് പറയുന്നു. ഇനി രജോ ഗുണം നമുക്ക് എന്താണ് തരുന്നത്? രജസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ, രജോ ഗുണത്തിൽ നിന്നാണ് നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാമം, രാഗങ്ങള് തരുന്നത് എന്താണ്? രജോ ഗുണമാണ്. രാഗത്തിൽ നിന്നാണ് രജോ ഗുണം, രജോ ഗുണത്തിൽ നിന്നാണ് രാഗം ഉണ്ടാകുന്നത്. അപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതൊക്കെ വരുന്നത് ഈ രജോ ഗുണത്തിനെ ശരിയായി കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്യാത്തപ്പോഴാണ്. അപ്പോ ദേവി ഈ കാമക്രോധ വികാരങ്ങളിലൊക്കെ വർജിതയാണ്. അതുകൊണ്ട് ദേവിയെ വിരജ എന്ന് പറയുന്നു. ഒരു രജോ ഗുണവും ദേവിയെ സ്പർശിച്ചിട്ടേ ഇല്ല. കാരണം ഈ 3 ഗുണങ്ങളും ദേവി ആണ് മറ്റുള്ളവർക്ക് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി ദേവിയാണ് ഈ 3 ഗുണങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ദേവി ഇതിന്റെയും മുകളിലാണ്. അതുകൊണ്ട് ദേവി വിരജ എന്ന് പറയുന്നു. ഇനി ഒറീസയിലെ ഭുവനേശ്വറിൽ നിന്നും 125 കിലോമീറ്റർ മാറിയിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് വിരജാദേവി എന്നുള്ള രൂപത്തിലാണ് ദേവിയുടെ മൂർത്തി. അവിടെ മഹിഷാസുരനെ വധിച്ചിരിക്കുന്ന ആ രൂപമാണ് അത്. ആ രൂപത്തിൽ ദേവിയുടെ ഒരു കയ്യില് മഹിഷാസുരന്റെ ശിരസ്സായിട്ടാണ് അത്ര ഇരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പോയിട്ടില്ല. അപ്പോ ദ്വിഭുജയാണ്. സാധാരണഗതിയിൽ ദേവിയെ ചതുർഭുജയായിട്ടാണ് എല്ലായിടത്തും, അല്ലെങ്കിൽ അഷ്ടഭുജയായിട്ടാണ് കാണുക. പല സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ ദേവി വിഗ്രഹം ചതുർഭുജയോ അല്ലെങ്കിൽ അഷ്ടഭുജയോ ആയിട്ടായിരിക്കും. അപ്പൊ ചിലയിടത്ത് 16 ഭുജങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ദ്വിഭുജയായിട്ടാണ് ഈ വിരജാ രൂപത്തിലിരിക്കുന്ന ദേവി. അത് ഒഡീസയിലാണ്. ഭുവനേശ്വറിൽ നിന്നും 125 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ്. അപ്പൊ അവിടെ എന്താണ്, ജയ്പൂർ അല്ല കേട്ടോ, ജജ്പൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ വിരജയായിട്ട് ദേവി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ തമോ ഗുണം, രജോ ഗുണമൊക്കെ തമോ ഗുണമൊക്കെ നിറഞ്ഞിരിക്കുന്ന മഹിഷാസുരനെ വധിച്ചിരിക്കുന്ന രൂപത്തിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവി വിരജ. ഇനി 780 നാമം വിശ്വതോമുഖി. വിശ്വതോമുഖി. വിശ്വതോമുഖി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വത. ഇത് തന്നെയാ എല്ലായിടത്തും, എല്ലാ ദിക്കുകളിലും, സകല ദിക്കുകളിലും സകലയിടത്തും മുഖമായിട്ടുള്ളവളാണ് ദേവി. വിശ്വതോമുഖി. അപ്പൊ ഈ വിശ്വം മുഴുവൻ ദേവിയുടെ മുഖമാണ്. അപ്പൊ മുഖമുണ്ടെങ്കിലോ വിശ്വം മുഴുവൻ ദേവിയുടെ കണ്ണുകളുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, എന്ത് ചെയ്യുമ്പോഴും ഓർത്തോളൂ ദേവി കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോ നാരായണി സ്തുതിയിലുള്ള ശ്ലോകം ഓർക്കൂ. സർവദ പാണിപാദാന്തേ സർവദോ അക്ഷിശിരോ മുഖേ സർവദ ശ്രവണഘ്രാണേ നാരായണീ നമോസ്തുതേ. സർവദ പാണിപാദാന്തേ, ദേവിയുടെ തന്നെയാണ്, എല്ലാം ദേവിയാണ്. സർവദോ അക്ഷി ശിരോമുഖേ, മുഖവും അക്ഷിയും സർവ്വദിശകളിലും ദേവിയുടെയാണ്. വിശ്വം മുഴുവൻ ദേവിയുടെ മുഖം തന്നെ. അതുകൊണ്ട് സാധകൻ ഏത് ദിശയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, അയ്യോ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, ഇത് തെക്കാണല്ലോ, ഇത് വടക്കാണല്ലോ, ഇത് കിഴക്കാണല്ലോ,
ശരിക്കും പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എവിടേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, ഒരു കുഴപ്പമില്ല. സകല ദിക്കിലും ദേവി തന്നെയാണ്. അത് വിരാട് രൂപത്തിലും പറയുന്നുണ്ടല്ലോ, ആ ദിക്കില് നിന്ന് ഉപാസകനെ അനുഗ്രഹിക്കാൻ മുഖവും കണ്ണുകളും ഉള്ളവളാണ്. സകല ദിക്കിലും വിശ്വസാക്ഷിണിയാണ് ദേവി, വിശ്വസാക്ഷിണിയാണ്. അപ്പൊ സൂര്യൻ പോലും സൂര്യന്റെ പ്രകാശം പോലും കൊടുത്തിരിക്കുന്നത് ദേവിയാണ്. ദേവിയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ രാത്രി കാണാൻ പറ്റില്ല, ദേവിക്ക് രാവും പകലും കാണാൻ പറ്റും. അതുകൊണ്ട് ദേവി വിശ്വതോമുഖിയെ, വിശ്വം തന്നെ ദേവിയുടെ മുഖമാണ്. സകല സ്ഥലത്തും സകല ഭാഗത്തും ദേവിയുടെ മുഖം വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓം വിശ്വതോമുഖിയേ നമ. അപ്പോ ഭക്തൻ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഏത് ദിശയിൽ നോക്കിയാലും ദേവിയുടെ കരുണാർദ്രമായ നയനങ്ങൾ അത് വീക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ദേവിയുടെ കണ്ണുകളെ പറ്റിയിട്ട് ചലൻ മീനാഭലോചന എന്ന് പറഞ്ഞ കണ്ണുകളെ പറ്റിയിട്ടും നമ്മൾ കണ്ടു. ഇങ്ങനെ മീനിനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തൻ എവിടെയാണ് എന്നെ വിളിക്കുന്നതെന്ന്. പക്ഷെ ഭക്തന്മാർക്ക് അതിനുള്ള സമയമില്ല, അതാണ് പ്രശ്നം. ഇനി അടുത്ത നാമം 781 പ്രത്യഗ്രൂപ. പ്രത്യഗ്രൂപ. അപ്പൊ പ്രത്യക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് പരാങ് എന്നുള്ളത്. പ്രത്യക് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, അല്ലെ, അല്ലെങ്കിൽ അടുത്തേക്ക് എന്നുള്ള ഇതുണ്ട്. അപ്പോ പരാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക്. അതാണ് ഇപ്പൊ ദേവി പ്രത്യക് രൂപയാണ്. പ്രത്യക് രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് കാണേണ്ടവളാണ് ദേവി. വളരെ അർത്ഥവത്തായ നാമമാണ്. ദേവി പ്രത്യക് രൂപയാണ്. ദേവിയുടെ രൂപം എങ്ങനെയാണ്? ഉള്ളിലേക്ക് തിരിഞ്ഞാൽ കാണുന്ന രൂപമാണ് ദേവിയുടെ. ഇത് തന്നെ ഇനിയും വരുന്ന നാമങ്ങളിൽ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ പ്രത്യക് രൂപിയായിരിക്കുന്ന ദേവി എന്തുകൊണ്ടാണത്? സാധാരണഗതിയില് ഇന്ദ്രിയങ്ങളൊക്കെ, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ പുറത്തേക്കാണ്. പഞ്ചേന്ദ്രിയങ്ങൾ പുറത്തേക്കാവുമ്പോ അവയെ അന്തർമുഖമാക്കണം, എന്നാലെയാണ് ദേവിയെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ദ്രിയ വ്യാപാരം നടത്തിയിട്ട് ദേവിയെ തെരഞ്ഞാൽ കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടിയെന്ന് വരും, അല്ലാതെ ദേവിയെ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. അവ അന്തർമുഖമായി പ്രവർത്തിക്കുമ്പോഴാണ് ദേവി സ്വരൂപം തെളിഞ്ഞു കാണുന്നത്. അതുകൊണ്ട് ദേവി പ്രത്യക് രൂപ. ദേവി പുറത്തേക്കുള്ളതല്ല, ഉള്ളിലേക്കുള്ളതാണ്. പ്രത്യക് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എന്നാണ് അർത്ഥം. ഇനി ആത്മോപദേശ ശതകത്തില് നാരായണ ഗുരുദേവൻ പറയുന്നത് കേട്ടോളൂ. കണ്ണുകളഞ്ചും ഉള്ളിലടക്കി തെരുതെര വീണു വണങ്ങി ഊതിയിടേണം എന്നാണ് പറയുന്നത്. കണ്ണുകൾ 5 ഉള്ളിലടക്കിയിട്ട് തെരുതെര വീണു വണങ്ങി ഓതിടേണം. തെരുതെര വീണു വണങ്ങി ഓതിടേണം. കണ്ണുകൾ 5 ഏതാണ്? പഞ്ചേന്ദ്രിയങ്ങൾ. അല്ലാണ്ട് 2 കണ്ണുകളെ എങ്ങനെയാ നാരായണ ഗുരുദേവൻ 5 എന്നൊന്നും ചിന്തിക്കരുതേ. പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണുകൾ 5 എന്ന് പറയുന്നത്. കാതും നമ്മുടെ കണ്ണുകളാണ്, അല്ലെ? അപ്പോ പഞ്ചേന്ദ്രിയങ്ങളും നാസികയും നമ്മുടെ കണ്ണുകളാണ്. കാരണം ഈ കണ്ണുകൾ തരുന്ന പിക്ചറാണ് മനസ്സിൽ പോകുന്നത്. മനസ്സിൽ നിന്നും അത് നമ്മളുടെ ചിന്തയിലേക്ക് പോയിട്ട് ചിന്ത അതിലെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോ ഏത് ഇന്ദ്രിയമാണെങ്കിലും ആ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് കണ്ണുകൾ തന്നെയാണ്. അതെല്ലാം അടക്കിയിട്ട് തെരുതെര വീണ് വണങ്ങുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ? ഭഗവത് ദർശനം ഉണ്ടാവുള്ളൂ എന്നാണ് ആത്മോപദേശ ശതകത്തിൽ നാരായണ ഗുരുദേവൻ പറയുന്നത്. അപ്പോ അന്തർമുഖമായിട്ട് ഇന്ദ്രിയ വ്യാപാരങ്ങൾ മാത്രമുള്ള ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം. ബാഹ്യമായിട്ട് ഒരു ഇന്ദ്രിയ വ്യാപാരവും ദേവിക്കില്ല, ദേവിയെ കാണാനും പറ്റില്ല ഇതുള്ളവർക്ക്. അപ്പൊ ദേവി പ്രത്യക് രൂപ എന്നുള്ള നാമത്തിൽ അറിയപ്പെടും. ഇനി 782 നാമം പരാകാശ. ആകാശത്തെ ധാരാളം കണ്ടതാണ്. ആകാശം സ്കൈ അല്ല, ആകാശം സ്പേസ് ആണ് എന്നൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. പരാകാശം എന്ന് പറഞ്ഞാൽ, പര എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടം, ശ്രേഷ്ഠം. അപ്പോ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ആകാശം. അപ്പൊ ഇവിടെ എന്താണ് പര? ഇവിടെ പര എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ലളിതാ സഹസ്രനാമത്തിലോ വേദാന്ത പഠനത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ സനാതന ധർമ്മത്തിലോ പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമാണ്, അതോർക്കുക. അപ്പോ പര എന്ന് പറഞ്ഞ ആ ഉത്കൃഷ്ടമായ ബ്രഹ്മം ആയിരിക്കുന്ന ഏവരുടെയും നമ്മള് ഒരു വേറൊരു നാമം കണ്ടു, ദഹരാകാശ രൂപിണി. ദഹരാകാശം എന്ന് പറഞ്ഞാൽ, ദഹരം എന്ന് പറഞ്ഞാൽ ഹൃദയം, ഹൃദയ കുഹരം, അല്ലെ? ദഹരാകാശം, ഹൃദയ കുഹരത്തില് ദേവി, ഹൃദയ കുഹരമാണെങ്കിലും അതിനൊരു ആകാശം ഉണ്ടായിരിക്കും. ഒരു ചെറിയ വെസൽ എടുത്തു കഴിഞ്ഞാൽ ആ വെസലിന് ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പൊ ഹൃദയം എത്ര ചെറുതായിട്ട് ഉള്ളിലിരിക്കുകയാണെങ്കിലും ദേവി അതിനകത്തിരിക്കുകയാണ്, നമ്മുടെ ഹൃദയ കുഹരത്തില്. അപ്പൊ അതുപോലെ ഹൃദയമാകുന്ന ആ ഹൃദയത്തിന്റെ ആകാശത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരുടെയും
ഹൃദയകുഹരത്തില് ബ്രഹ്മസ്വരൂപിണിയായിട്ട് ദേവി കുടികൊള്ളുന്നുണ്ട്. അപ്പോ ആ ബ്രഹ്മസ്വരൂപിണിയായിട്ട് നമ്മുടെ ഹൃദയാകാശത്തിൽ കുടികൊള്ളുന്നതുകൊണ്ട് ദേവിയെ പരാകാശ എന്ന് വിളിക്കാം. ഈ ബ്രഹ്മാണ്ടത്തില് മുഴുവൻ ദേവി കുടികൊള്ളുന്നുണ്ട്. ഈ സ്പേസ് മുഴുവൻ ദേവി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അതുകൊണ്ടും ദേവി പരാകാശ എന്ന് വിളിക്കും. അപ്പോ ബ്രഹ്മാണ്ടത്തില് ബ്രഹ്മമായിട്ട് സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്നു. പിണ്ടാണ്ടത്തില് ഹൃദയകുഹരത്തില് ആ ഹൃദയകുഹരത്തിന്റെ സ്പേസില് ദേവി നിറഞ്ഞു നിൽക്കുന്നു. എന്തായാലും ദേവി പരാകാശ, ശ്രേഷ്ഠയായ ബ്രഹ്മമായിട്ടുള്ള ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നവളെ, ആ ദേവിക്ക് നമസ്കാരം. ഇനി പരാകാശം എന്ന് പറയുന്നത് എന്താണ്? സപ്തസമുദ്രങ്ങൾക്കും അപ്പുറത്തായിട്ട് പരാകാശമുണ്ട്. എങ്ങനെയാണത്? ദേവി 16 വയസ്സുള്ള കന്യകയായിട്ട് പരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ദേവിയുടെ വാസസ്ഥാനമൊക്കെ വർണ്ണിക്കുമ്പോ ബ്രഹ്മാണ്ഡ എന്താ പറയാ, ബ്രഹ്മാണ്ഡ പുരാണത്തില് ദേവി പരാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും എങ്ങനെയാണത്? മേരുപർവ്വതം 1, അത് കഴിഞ്ഞാൽ സപ്തദ്വീപങ്ങള് 7, സപ്തസമുദ്രങ്ങള് 7. അപ്പൊ ദ്വീപുകൾ 7, സപ്തസമുദ്രങ്ങൾ 7, അത് കഴിഞ്ഞാൽ മേരുപർവ്വതം 1. അപ്പൊ 7 നും 14 15ആയി. അത് കഴിഞ്ഞാൽ പരാകാശം ഇതിന്റെ അപ്പുറത്താണ്. ഈ സപ്തസമുദ്രങ്ങൾക്കും സപ്തദ്വീപുകൾക്കും അതുപോലെ മേരുപർവ്വതത്തിനും മുകളിലായിട്ടുള്ള പരാകാശത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ദേവിയെ 16 സ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ ദേവി ഈ 16 സ്ഥാനങ്ങളിലും 7, 7, 14, 16 സ്ഥാനങ്ങളില് ലളിതാ ദേവി ഷോഡശി നിത്യകളുടെ രൂപത്തില് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പരാകാശത്തിന് ദേവി തന്നെയാണ്, പക്ഷെ ഷോഡശി നിത്യകളായിട്ട് ഈ 16 സ്ഥലങ്ങളിലും ദേവി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും ദേവിയെ പരാകാശ എന്ന് വിളിക്കുന്നു. പക്ഷെ നമുക്ക് ബ്രഹ്മാണ്ഡ സ്വരൂപിണിയായിട്ടുള്ള ദേവിയായിട്ടും പിണ്ടാണ്ഡ സ്വരൂപിണിയായിട്ടുള്ള ദേവിയായിട്ടും ആ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ പരാകാശ എന്ന് പറയുന്നു എന്ന് നമ്മൾക്കിവിടെ വ്യക്തമായിട്ട് ഓർക്കാം. ഓം പരാകാശായേ നമഃ. ഇനി 783 നാമം പ്രാണദ. പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൾ. അതുകൊണ്ട് ദേവിയുടെ നാമം പ്രാണദ എന്ന്. അപ്പൊ എന്താണ് പ്രാണൻ? ശരീരത്തിൽ ഇവിടെ കൃത്യമായിട്ട് പറയുമ്പോൾ പിണ്ടാണ്ട ശരീരികളായ നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ ജീവികളെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ട ഒരു വട്ടം നമുക്ക് ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ട 5 പ്രാണനുണ്ട്. പഞ്ചപ്രാണൻ എന്നാണ് അതിന് പറയാ. 1 പ്രാണൻ, 2 അപാനൻ, 3 സമാനൻ, 4 ഉദാനൻ, 5 വ്യാനൻ. ഈ 5 പ്രാണനും കൂടിയിട്ടാണ് നമ്മളെ നിലനിർത്തുന്നത്. ഈ 5 പ്രാണങ്ങളും ദാനം ചെയ്യുന്നത് ആരാണ്? ദേവിയാണ്. ഈ 5 പ്രാണങ്ങൾ പോയി കഴിഞ്ഞാൽ ശരീരം പോയി, നമ്മളുടെ ആത്മാവ് നമ്മുടെ ശരീരത്തെ വിട്ട് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പ്രാണങ്ങളെ ദാനം ചെയ്ത്, പഞ്ചപ്രാണങ്ങളെ ദാനം ചെയ്ത് ശരീരത്തിന് ഓജസ്സും തേജസ്സും നൽകി എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ പ്രാണദ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 784 നാമം പ്രാണരൂപിണി. പ്രാണന്റെ രൂപത്തിൽ, ഇപ്പൊ പ്രാണദ എന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ പഞ്ചപ്രാണന്റെ രൂപത്തിൽ ആരാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ വായുവും ഈ ജലവും ഈ പഞ്ചഭൂതങ്ങളും ആകാശവും ഒക്കെ ദേവി തന്നെയാണ്. അപ്പോ പ്രാണനും ദേവി തന്നെയാണ്. ഈ പ്രാണനും അപാനനും സമാനനും ഉദാനനും വ്യാനനും ഒക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്ന പഞ്ചപ്രാണൻ ആരാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ പ്രാണരൂപിണി എന്ന് പറയുന്നു. അപ്പോ ഈ പ്രാണങ്ങൾക്കൊക്കെ ആധാരം ദേവിയാണ്. അതുകൊണ്ട് ദേവി പ്രാണരൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അങ്ങനെ 149 ശ്ലോകം കഴിഞ്ഞു. നമ്മൾക്ക് 150 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വീണ്ടും ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തുകയാണ് നമ്മൾ. മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണീന്യസ്തരാജധൂ ത്രിപുരേശി ജയസേന നിസ്തൈഗുണ്യ പരാപരാ. മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണീന്യസ്തരാജധൂ ത്രിപുരേശി ജയസേന നിസ്ത്രൈഗുണ്യാ പരാപരാ. ഇവിടെ 785 മുതൽ 790 മുതൽ 90 വരെയുള്ള 6 നാമങ്ങളാണ്. ഈ ഓരോ നാമങ്ങളും നമുക്ക് നോക്കാം. മാർത്താണ്ഡ ഭൈരവാരാധ്യ ഒറ്റ നാമമാണ്. മാർത്താണ്ഡ ഭൈരവാരാധ്യ എന്താണ്? മാർത്താണ്ഡ ഭൈരവൻ ആരാണ്? മാർത്താണ്ഡൻ ആരാണ്?
മാർത്താണ്ഡന്റെ കൂടെ വീരം കൂടിക്കഴിഞ്ഞാൽ മാർത്താണ്ഡ ഭൈരവനായി. മാർത്താണ്ഡൻ സൂര്യനാണ്, അല്ലെ? അപ്പൊ മാർത്താണ്ഡ ഭൈരവനും സൂര്യൻ തന്നെയാണ്. മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് മാർത്താണ്ഡ ഭൈരവാരാധ്യ എന്ന് പറയുന്നു. ഇപ്പോ എന്തുകൊണ്ടാണ് സൂര്യന് മാർത്താണ്ഡൻ എന്ന പേര് കിട്ടിയത്? അതിനെ ഒന്ന് വിഭജിച്ചു നോക്കൂ. ആ മാർത്താണ്ഡം എന്നുള്ള, അണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അണ്ഡം തന്നെ, അല്ലെ? അത് കഴിഞ്ഞാൽ മൃത, മൃത പ്ലസ് അണ്ഡ, മാർത്താണ്ഡ. മൃതമായ അണ്ഡത്തിൽ നിന്നും വന്നതാണ് സൂര്യൻ. അപ്പൊ സൂര്യൻ ശരിക്കും ഒരു മാംസപിണ്ഡമായിട്ടാണ് ജനിച്ചത് അത്രേ, ജീവൻ ഉണ്ടായിരുന്നില്ല. മൃതമായ പിണ്ഡം. നേരത്തെ നമ്മൾ കണ്ടതായിരുന്നു ദ്വാദശാദിത്യന്മാരെന്നൊക്കെ. അപ്പൊ ഈ സൂര്യൻ തന്നെ ദ്വാദശമായിട്ട് പരിണമിച്ചതാണ്. ശരിക്കും ഋഗ്വേദത്തിലെ 1072 ശ്ലോകത്തിലെ 8-9 ശ്ലോകങ്ങള്, 10.72, അത് നോക്കിയാൽ കിട്ടും. അതിൽ 8-ാമത്തെയും 9-ാമത്തെയും 10.72 ശ്ലോകങ്ങളില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 7 മക്കളാണ്, 8 മക്കളാണ് അദിതിക്കും അതുപോലെ തന്നെ കശ്യപ പ്രജാപതിക്കും ഉണ്ടായത്. ഈ 8 മക്കളില് 7 പേര് ദേവന്മാരായി പരിണമിച്ചു. അവരെ ദേവകളായിട്ട് അവരെല്ലാവരും അവർക്കൊക്കെ സ്ഥാനം കിട്ടി. 8-ാമത്തെ കുട്ടി ജനിച്ചത് മാർത്താണ്ഡനായിട്ട്, മൃതമായിട്ടുള്ള അണ്ഡമായിരുന്നു. ജീവനില്ലാതെ ഒരു പിണ്ഡമായിട്ടാണ് പ്രസവിച്ചത് 8-ാമത്തെ കുട്ടിയെ. അപ്പോ ആ 8-ാമത്തെ കുട്ടിയെ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ ആ മൃതമാണ്, അപ്പോ അതിന് ദേവസ്ഥാനമൊന്നും കിട്ടില്ല. അങ്ങനെ അദിതിയും അതുപോലെ, കാരണം ആദിത്യൻ എന്നുള്ള പേര് തന്നെ അതിഥിയുടെ മക്കളെയൊക്കെ, ഇപ്പൊ ഇന്ദ്രനും ആദിത്യനാണ്, അതിഥിയുടെ മക്കളെയാണ് ആദിത്യൻ എന്ന് പറയുന്നത്, അല്ലാണ്ട് സൂര്യനെ മാത്രമായിട്ടല്ല. പിന്നെ സൂര്യന്റെ 12 രാശികളില് 12 രൂപങ്ങളായി വരുന്നത് കൊണ്ട് ദ്വാദശാദിത്യന്മാർ എന്ന് സൂര്യനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂര്യൻ ആദിത്യൻ എന്നുള്ള പേര് വളരെ പ്രശസ്തനായെന്ന് മാത്രം. അപ്പോ ഈ 8-ാമത്തെ മൃതമായിട്ടുള്ള അണ്ഡം എടുത്ത് ഈ ശരിക്കും ഈ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും, അതിഥിയും കശ്യപ പ്രജാപതിയും, സൂര്യമണ്ഡലത്തിലിരിക്കുന്ന ആ പ്രപഞ്ച ശക്തിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആ ഭഗവത് രൂപത്തെ അങ്ങനെ വിചാരിക്കണം. അപ്പൊ നമ്മൾ ആരാധിക്കുമ്പോ എങ്ങനെയാണ്? ചന്ദ്രമണ്ഡലത്തിലാകും, സൂര്യമണ്ഡലത്തിൽ നമുക്ക് നോക്കാം, ചന്ദ്രമണ്ഡലത്തിൽ കാണാം, നമുക്ക് സഹസ്രാര ചക്രത്തിൽ കാണാം. അപ്പൊ അവരുടെ മനസ്സില് സൂര്യമണ്ഡലത്തിലിരിക്കുന്ന വിരാട് സ്വരൂപിയായിട്ടുള്ള ആ ശക്തിയെ അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് ഈ 8-ാമത്തെ കുട്ടി ഉണ്ടാവുന്നത്. അതങ്ങനെ ആ കുട്ടി ഇങ്ങനെ മൃത അണ്ഡമായപ്പോൾ അവര് വീണ്ടും ആ തേജസ്സാർന്നിട്ടുള്ള സൂര്യമണ്ഡലത്തിലുള്ള ആ ഭഗവാനെ ധ്യാനിക്കുകയാണ്. അത് ധ്യാനിക്കുമ്പോൾ സൂര്യ തേജസ്സോട് കൂടി വീണ്ടും ആ ശക്തി ആ കുട്ടിയിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് മൃതമായ അണ്ഡത്തിൽ നിന്നും ജനിച്ചതാണ് വീണ്ടും. അതുകൊണ്ടാണ് മാർത്താണ്ഡൻ എന്നുള്ള പേര് സൂര്യന് കിട്ടിയത്. മൃതമായ അണ്ഡത്തിൽ നിന്നും വീണ്ടും ജീവൻ കിട്ടി, തേജസ്വിയായിട്ട് ആ വിരാട് സ്വരൂപത്തിന്റെ സൂര്യ തേജസ് എന്തായിരുന്നുവോ അത് മുഴുവൻ കിട്ടി. അതുകൊണ്ടാണ് മാർത്താണ്ഡം. അതുകൊണ്ട് തന്നെയാണ് കാലത്തിന്റെ കണക്കെടുപ്പുകാരനായിട്ട് സൂര്യൻ, അല്ലെ? പകൽ രാത്രി, ജനനം മരണം, ഋതുഭേദം, ഇതൊക്കെ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് സൂര്യനെ മാർത്താണ്ഡൻ എന്ന് പറയുന്നതിന് വളരെ ഒരു ശക്തമായിട്ടുള്ള, കാരണം മൃതമായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നും തേജസ്വിയായി മാറിയതാണ് സൂര്യൻ. അതുകൊണ്ട് ആ ശക്തി എല്ലാവർക്കും വെളിച്ചം പകരുന്ന ശക്തിയാണ്. എത്രയും നമ്മള് ലോ ആണെങ്കിലും നമ്മളുടെ ആ ശരീരത്തിലുള്ള ആ ദൈവിക ശക്തിയെ നമ്മള് കൂട്ടിക്കഴിഞ്ഞാൽ, ഉയർത്തിക്കഴിഞ്ഞാൽ, കുണ്ടലിനിയൊക്കെ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കും ശോഭിക്കാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ മാർത്താണ്ഡൻ എന്നുള്ള നാമത്തിൽ നിന്ന് അറിയുന്നത്. അപ്പോ ദേവിയും കശ്യപ പ്രജാപതിയും കൂടി വിഷ്ണുപ്രീതിയും ഒക്കെ നടത്തിയിട്ട് വീണ്ടും കിട്ടിയതാണ്. അങ്ങനെയാണ് സൂര്യമണ്ഡലത്തില് വീണ്ടും സൂര്യ തേജസ്വിയായിട്ട് മാർത്താണ്ഡൻ ഭവിച്ചത്. അങ്ങനെ മാർത്താണ്ഡൻ അതിനുശേഷം എന്ത് ചെയ്തു? ദേവിയുടെ ആരാധന ചെയ്തു. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. തനിക്ക് പ്രകാശം തരണേ എന്ന് പറഞ്ഞ് ദേവിയുടെ ആരാധന ചെയ്തു എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും കൂടി, അപ്പൊ ദേവിയിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും 2 നേത്രങ്ങളായി മാറിയത്. തനിക്ക് എല്ലാ പ്രകാശവും എല്ലാ ഉജ്ജ്വലതയും സൂര്യന് കിട്ടിയത് ദേവിയിൽ നിന്നാണ്. ആ ദേവിയെ ആരാധിച്ചതാണ് മാർത്താണ്ഡൻ. അതുകൊണ്ട് മാർത്താണ്ഡ ഭൈരവാരാധന. ഇനി ഭൈരവൻ എന്ന് പറഞ്ഞാൽ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ, തേജസ്സും ശക്തിയും കിട്ടിക്കഴിഞ്ഞാൽ, അല്ല പവർ കിട്ടിക്കഴിഞ്ഞാലാണ് ഭൈരവൻ എന്ന് പറയുന്നത്.
അപ്പോ മാർത്താണ്ഡ ഭൈരവൻ എന്ന് പറഞ്ഞാൽ സൂര്യനായിട്ടുള്ള ഉഗ്ര തേജോരൂപിയായിട്ടുള്ള സൂര്യനായാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ മാർത്താണ്ഡ ഭൈരവാരാധ്യ എന്ന് പറയുന്നു. ഇനി ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് ഈ നാമത്തിനെ എന്ന് കരുതുക. മാർത്താണ്ഡനാലും ഭൈരവനാലും പൂജിക്കപ്പെടുന്നവൾ. ഭൈരവൻ എന്ന് പറഞ്ഞാൽ പിന്നെ ശിവന്റെ തന്നെ ഒരു രൂപമാണ്, ഒരു അവതാരമാണ് ഭൈരവൻ. അപ്പൊ മാർത്താണ്ഡനാലും സൂര്യനാലും ഭൈരവനാലും പൂജിക്കപ്പെടുന്നവള് എന്നും പറയാം. ഇനി ലളിതോപാഖ്യാനത്തിലാണ് ഇത് പറയുന്നത്. 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടും തീവ്രമായ തപസ്സോടുകൂടി സൂര്യൻ ദേവിയെ ആരാധിച്ചപ്പോഴാണ് എല്ലാ ശക്തികളും സൂര്യന്റെ തേജസ്സും ശക്തിയും കിട്ടിയത് സൂര്യൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടും മാർത്താണ്ഡ ഭൈരവാരാധ്യ എന്ന് പറയുന്നു. ഇനി ദ്വാദശാദിത്യന്മാര് എങ്ങനെയാ ഉണ്ടായത് എന്ന് കൂടി ഈ നാമത്തോടു കൂടി പറയാം. ദ്വാദശാദിത്യന്മാര് എന്ന് പറഞ്ഞാൽ അതിഥിയുടെ മക്കളായിട്ട് കണക്കാക്കുമെങ്കിലും സൂര്യന്റെ 12 രാശികളിലെ അല്ലെങ്കിൽ 12 മാസങ്ങളിലുള്ള രൂപങ്ങളാണ് ഇത് ദ്വാദശാദിത്യന്മാരായിട്ട്. അതിന്റെ ഓരോ അതിദേവതകളായിട്ട് സൂര്യൻ അങ്ങനെ ഓരോ മാസത്തിനും ഇരിക്കുന്നതാണ്. ഇപ്പോ ധാതാവ് എന്നുള്ള രൂപത്തില് ചൈത്രമാസത്തില്, ആര്യമാവ് എന്നുള്ള രൂപത്തില് വൈശാഖ മാസത്തില്, മിത്രൻ എന്ന രൂപത്തില് ജ്യേഷ്ഠമാസത്തില്, വരുണൻ എന്ന രൂപത്തില് ആഷാഢ മാസത്തില്, ഇന്ദ്രൻ എന്ന രൂപത്തില് ശ്രാവണ മാസത്തില്, വിവസ്വാൻ എന്ന രൂപത്തില് ഭാദ്രപദ മാസത്തില്, ത്വഷ്ടാവ് എന്ന രൂപത്തില് അശ്വിന മാസത്തില്, വിഷ്ണു എന്ന രൂപിയായിട്ട് കാർത്തിക മാസത്തില്, അംശുമാൻ എന്ന രൂപത്തില് മാർഗശീർഷ മാസത്തില്, ഭഗൻ എന്ന രൂപത്തില് പൗഷമാസത്തില്, പൂഷാവ് എന്ന രൂപത്തില് മാഘമാസത്തില്, പർജന്യൻ എന്ന രൂപത്തില് ഫാൽഗുന മാസത്തില്. ഇങ്ങനെ 12 ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം. ആ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. പൗഷം മാഘം ച ഫാൽഗുനം എന്നാണ് അവസാനത്തെ. അപ്പോ പർജന്യൻ. ഇങ്ങനെ ഈ ഓരോ പേര് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ആ മാസത്തിലുള്ള കാലാവസ്ഥയായിട്ട് ഇതിന് സാമ്യമുണ്ട് ഈ അതിദേവതകളായിട്ടുള്ള രൂപം സൂര്യൻ എടുത്തേല് എന്നുള്ളത്. അപ്പൊ ഇതാണ് ദ്വാദശാദിത്യന്മാര്. അതർവൈസ് 8 മക്കളാണ് അതിഥികൾക്ക് ഉണ്ടായത്. അതിഥിക്കും കശ്യപ പ്രജാപതിക്കും ഉണ്ടായതെന്ന് ഋഗ്വേദം പറയുന്നത്. അപ്പോ മാർത്താണ്ഡ ഭൈരവാരാധ്യ, സൂര്യനായാൽ ആരാധിക്കപ്പെടുന്ന ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇനി 786-ാമത്തെ നാമം മന്ത്രിണീന്യസ്ത രാജധൂഹു. മന്ത്രിണീന്യസ്ത രാജധൂഹു. മന്ത്രിണിയെ നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? എവിടെയാണ്? മന്ത്രിണ്യംബാ വിരചിത വിഷംഗവദോഷിത. ഒറ്റ നാമമാണ്. മന്ത്രിണ്യംബാ വിരചിത വിഷംഗവദോഷിത. അപ്പൊ വിഷംഗനാരാന്ന് ഓർമ്മയുണ്ടോ? അതൊക്കെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് നോക്കണം, അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോ മന്ത്രിണ്യംബയാണ് വിരചിച്ചത്. എന്താണ് ഉണ്ടാക്കിയത്? എന്താണ്? വിഷംഗനെ വധിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത് മന്ത്രിണി എന്നുള്ള അമ്പയായിരുന്നു, ദേവിയായിരുന്നു. മന്ത്രിണി സ്വരൂപിയായ ദേവിയായിരുന്നു. ആ വധത്തില് അത് കേട്ടിട്ട് തോഷിത, സന്തോഷിക്കുന്ന ദേവി. ആ വിഷംഗന്റെ വധം കേട്ട് സന്തോഷിക്കുന്ന ദേവി വിഷംഗവധദോഷിത എന്നുള്ളത്. അപ്പൊ ഇവിടെ ആരാണ് മന്ത്രിണി? മന്ത്രിണി ദേവിയുടെ തന്നെ സ്വരൂപമാണ്. പക്ഷേ ദേവിയുടെ പ്രധാനമന്ത്രിയാണ് മന്ത്രിണി. മന്ത്രിണിയാണ് ആര്? ശ്യാമളാദേവി എന്ന് പറയും. അതുപോലെ തന്നെ മാതങ്കി എന്ന് പറയും. കാളിദാസനൊക്കെ ആരാധിച്ചിരുന്നത് മാണിക്യവീണാം ഉപലാളയന്തി എന്നുള്ള ശ്ലോകം. ശ്യാമളാദേവിയാണ് അല്ലെങ്കിൽ മാതങ്കിയാണ് ദേവിയുടെ പ്രധാനമന്ത്രിയാണ്. എല്ലാ യുദ്ധത്തിനും പോകുമ്പോഴും, പ്രത്യേകിച്ചും ഈ ഭണ്ഡാസുര വധത്തിന് വരുമ്പോ മന്ത്രിണി എന്നുള്ള ദേവിയാണ് പ്രധാനമന്ത്രിയായിട്ട് കൂടെ നിൽക്കുന്നത്. ആ മന്ത്രിണി എന്താണ്? മന്ത്രിണി ന്യസ്ത രാജ്യധൂ. മന്ത്രിണി ദേവിയാൽ ന്യസ്തമായ രാജ്യധൂവോടുകൂടിയ ദേവി. ആ ദേവിക്ക് നമസ്കാരം. അപ്പൊ ഇവിടെ ന്യസ്തം എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ടത്, കൊടുക്കപ്പെട്ടത്, വയ്ക്കപ്പെട്ടത്, ചുമതല കൊടുത്തത്. അപ്പോ ന്യസ്തം എന്ന് പറഞ്ഞാൽ അതാണ് ഏൽപ്പിക്കപ്പെട്ടത്. അപ്പൊ രാജ്യധൂവാണ് കൊടുത്തത്. രാജ്യത്തിന്റെ ധൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദുരം. ഇതിന്റെ മുന്നേയും നമ്മള് ഈ നാമം കണ്ടപ്പോൾ ഇതിനെ ഈ ധൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ധൂ എന്ന് പറഞ്ഞാൽ ദുരം എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ധൂ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. ഭാരം അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന നുകം, അതാണ് അർത്ഥം. അപ്പോ 2 കാളകളെ കൂട്ടിക്കെട്ടിയിട്ട് വെക്കുകയാണ് നുകം. ആ നുകമാണ് കാളയുടെ കഴുത്തില് ഭാരം ചുമക്കുന്നത്. അല്ലെ? എല്ലാം ആദ്യം നുകത്തിലാണ് വരുന്നത്. നുകത്തിൽ നിന്നും അത് ഡിവൈഡ് ചെയ്തിട്ട് കാളകളിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോ നുകം അല്ലെങ്കിൽ
ഭാരം എന്നാണ് ധൂ എന്നർത്ഥം. അപ്പോ രാജധൂ എന്ന് പറഞ്ഞാൽ രാജ്യഭാരം. ആർക്കാണ് കൊടുത്തത്? ന്യസ്തം, ഏൽപ്പിക്കപ്പെട്ടു. ആരെ? മന്ത്രിണി ന്യസ്ത രാജധൂ. മന്ത്രിണി ന്യസ്തര, രാജ്യത്തിന്റെ സകല ഭാരങ്ങളും, രാജ്യം ഭരിക്കാനുള്ള സകല ഭാരങ്ങളും ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മന്ത്രിണി ദേവിക്കാണ് ദേവി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം. മന്ത്രിണി ന്യസ്ത രാജദൂഹു. ഇപ്പോ ദേവിയെ ഈ മാതങ്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ശ്യാമളാദേവി എന്ന് പറയുന്ന മന്ത്രിണി, പ്രധാനമന്ത്രിയുടെ ചുമലിലാണ് എന്തിരിക്കുന്നത്? രാജ്യത്തിന്റെ ഭാരമൊക്കെ. അതാര് തന്നെയാണ്? ദേവി തന്നെയാണ്. ദേവിയുടെ തന്നെ അവതാരമാണ്. അതുകൊണ്ടാണ് മന്ത്രിണി ന്യസ്ത രാജധൂഹു എന്ന് പറയുന്നത്. ധൂ എന്ന് പറഞ്ഞാൽ ദുരം, അതിന്റെ അർത്ഥം ഭാരം അല്ലെങ്കിൽ നുകം. ദുരന്തരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവനൊരു ദുരന്തരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ഭാരവാഹിയാണ് ദുരന്തരൻ എന്ന് പറയുന്നത്. ഭാരം വഹിക്കുന്നത് ആരാണ്? നുകമാണെങ്കിൽ ഭാരം വഹിക്കുന്ന കാളയാണ്. ഇപ്പൊ വൃഷഭത്തിനെ, ഇപ്പൊ ഗധ എന്ന് പറയുന്നത് പോലെ വൃഷഭത്തിനെ ദുരന്തരൻ എന്ന് പറയും. പക്ഷെ ഒരാള് ദുരന്തരനാണെന്ന് പറഞ്ഞാൽ നല്ല കാളെ പോലെ എല്ലാ ശക്തിയുള്ള ആളാണെന്നാണ് അർത്ഥം. രാജധൂ, രാജഭാരം. ന്യസ്തം, ഏൽപ്പിക്കപ്പെട്ടത്. ഇനി മാതംഗ മഹർഷിയുടെ പുത്രിയാണ് മാതങ്കി. അപ്പോ ദേവി മാതങ്കിയാണ്, ശ്യാമളാദേവിയാണ്. ദേവിയുടെ പ്രധാന ഉപദേഷ്ടാവാണ്. സകല കലാവല്ലഭയാണ് മാതങ്കിയായിട്ടുള്ള ദേവി. ഈ മാതങ്കി ദേവി ഒന്നങ്ങോട്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവി അതിന്റെ അപ്പുറം പോവുകയില്ല. അത് മുഴുവൻ ദേവി കേൾക്കും. അത്രയും വിശ്വസ്തയാണ്, സകല കലാവല്ലഭ കൂടിയാണ് മാതങ്കി ദേവി. ഇനി 787 നാമം ത്രിപുരേശി. ത്രിപുരേശി. ത്രിപുരേശി എന്ന ത്രിപുര സുന്ദരി. നമ്മൾ ഈ കീർത്തിക്കുന്നത് മുഴുവൻ ത്രിപുര സുന്ദരി. ത്രിപുരങ്ങൾ എന്താണ്? നമുക്ക് പലപ്പോഴും നമ്മളെ ത്രിപുരങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, ഇതായിട്ട് പിണ്ടാണ്ട ശരീരം എടുക്കുകയാണെങ്കിൽ ത്രിപുരങ്ങള് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഈ 3 പുരങ്ങൾക്കും അധിഷ്ഠാനമാണ് ദേവി. അതിന്റെയൊക്കെ ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവി ത്രിപുരേശി എന്ന് പറയുന്നു. ഇനി ഭൂമി, സ്വർഗം, പാതാളം, ഇതിനൊക്കെ കുറെ ഡീവിയേഷൻസ് ഉണ്ട്. ഇത്ര പാതാളങ്ങള്, സ്വർലോകം, ഭൂർലോകം, ഭൂവർലോകം. അപ്പോ പെട്ടെന്ന് അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്വർഗം, ഭൂമി, പാതാളം, ഈ 3 ലോകങ്ങൾക്കും ത്രിപുരങ്ങൾക്കും നാഥയാണ് ദേവി, ഈശിയാണ് ദേവി, ഈശ്വരിയാണ് ദേവി, നിയന്ത്രിക്കുന്നവളാണ് ദേവി. ത്രിപുരേശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമ്മൾ കണ്ടു സുമേരു പർവ്വതത്തിന്റെ നടുക്ക് ദേവി ആ 3 കൊടുമുടികള്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ എന്നുള്ള 3 കൊടുമുടികളിൽ ഓരോന്നിരിക്കുന്നു. അതിന്റെ മധ്യത്തിൽ ദേവി ഇരുന്ന് ആ ത്രിപുരങ്ങളെ, 3 ത്രിപുരങ്ങളാണത്. ശരിക്കും 3 ലോകങ്ങൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെ? ബ്രഹ്മാണ്ടത്തിലെ. കാരണം വിഷ്ണുവിനും ബ്രഹ്മാവിനും ശിവനും ആസ്ഥാനമാണ്. അതിന്റെ നടുക്കിരുന്ന് ദേവി റൂൾ ചെയ്യാണ്. അതുകൊണ്ടും ദേവി സുമേരു മധ്യ ശൃംഗസ്ഥയായിട്ട് ദേവി റൂൾ ചെയ്യുന്ന ദേവി ത്രിപുരേശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ചക്രരാജനായിട്ടുള്ള ശ്രീചക്രം. ആ ശ്രീചക്രത്തിന്റെ പുറത്തുനിന്നും ഉള്ളിലേക്കുള്ള ചക്രങ്ങൾ നമ്മൾ എണ്ണുകയാണെങ്കിൽ 9 ചക്രങ്ങളുണ്ട്. അതില് ത്രൈലോക്യ മോഹന ചക്രം എന്നുള്ളതാണ് ഏറ്റവും പുറത്തുള്ള ചക്രം. ഏറ്റവും ഉള്ളിലുള്ള ചക്രമാണ് സർവാനന്ദമയ ചക്രം. വളരെ മനോഹരമായ നാമങ്ങളാണ്, നേരത്തെ കണ്ടതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ത്രൈലോക്യ മോഹന ചക്രം മുതൽ സർവാനന്ദമായ ചക്രം വരെയുള്ള ചക്രങ്ങളിലെ 2ാമത്തെ ചക്രമാണ് സർവാകാശ പരിപൂരക ചക്രം. സർവ ആശാ പരിപൂരക ചക്രം. എല്ലാ ആശകളും പരിപൂർണമാക്കുന്ന ചക്രമാണ് സർവാശാ പരിപൂരക ചക്രം. 2ാമത്തെ ചക്രമാണ്. ത്രൈലോക്യ മോഹന ചക്രം കഴിഞ്ഞാൽ 2ാമത്തെ ചക്രമാണ് സർവ ആശാ പരിപൂരക ചക്രം. എല്ലാ ആശകൾക്കും പരിപൂരകമാക്കുന്ന ചക്രം. ആ ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ആര്? ത്രിപുരേശി എന്ന് പറയുന്ന ദേവി. ഈ ഓരോ ചക്രങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്. അതുപോലെ ത്രിപുരേശി ഈ സർവ ആശാ പരിപൂരക ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പൊ അതുകൊണ്ടും ദേവി ത്രിപുരേശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിക്കും ത്രിപുരങ്ങൾക്ക് ബ്രഹ്മാണ്ടമായാലും പിണ്ടാണ്ടമായാലും സുമേരു പർവ്വതമായാലും ഒക്കെ ദേവി ആ ത്രിപുരങ്ങൾക്കൊക്കെ നായികയാണ്. അതുകൊണ്ട് ദേവി ത്രിപുരേശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 788 നാമം ജയൽസേന. ജയൽസേന, എപ്പോഴും ജയിക്കുന്ന
സൈന്യത്തോടു കൂടിയവൾ. ദേവി സദാ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി. ശത്രു സംഹാരം ഇടയ്ക്കിടയ്ക്ക് ദേവിക്ക് അസുരന്മാരൊക്കെ ഉണ്ടാവും, ദേവന്മാര് പ്രാർത്ഥിക്കും, ദേവി മുഴുവൻ സൈന്യവുമായി വരും, ആ അസുരന്മാരെയൊക്കെ വധിക്കും. അപ്പൊ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം സദാ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ അസുര ദേവ യുദ്ധമാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ധർമ്മവും അധർമ്മമാണെങ്കിലും നമ്മുടെ പുറത്ത് തന്നെ ബാഹ്യശക്തികള് അധർമ്മം കാണിക്കുന്നു, ധർമ്മത്തെ വിഴുങ്ങാൻ വരുന്നു. ഇപ്പോഴൊക്കെ ആത്യന്തികമായിട്ടുള്ള ജയം ആർക്ക് തന്നെയാണ്? ദേവി പക്ഷത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേവിക്ക് ജയൽസേന, ദേവിയുടെ സൈന്യം അത്ര ശക്തിയുള്ളതാണ്, എല്ലാറ്റിനെയും തോൽപ്പിക്കാൻ ശക്തിയുള്ളതാണ്, സദാ ശത്രു സംഹാരം ചെയ്യാൻ, എന്നിട്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യാൻ കെൽപ്പുള്ളതാണ് ദേവി. അതുകൊണ്ട് ആ സേനയോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ജയൽസേന എന്ന് പറയുന്നു. ഇനി 789 നാമം നിസ്ത്രൈഗുണ്യ. ത്രിപുരം കഴിഞ്ഞു, ഇനി ത്രിഗുണം വരാൻ പോവാണ്. നിസ്ത്രൈഗുണ്യ, നിർഗതമായ ത്രൈഗുണ്യത്തോടു കൂടിയവൾ, നിർഗുണമായിട്ടുള്ള ത്രിഗുണങ്ങളോട് കൂടിയവൾ, നിർഗതമായിട്ടുള്ള. അപ്പൊ എന്താണുള്ളത്? ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വം, രജസ്, തമസ്. ഇതാണ് ത്രിഗുണങ്ങള്. ഇത് നിസ്ത്രൈഗുണ്യാണ്. ദേവിക്ക് ഇതൊന്നും ബാധിക്കില്ല. ത്രിഗുണങ്ങളാൽ ഒരിക്കലും സ്പർശിക്കാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ നിസ്ത്രൈഗുണ്യ എന്ന് പറയുന്നു. അപ്പൊ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്വം, രജ, തമോ ഗുണങ്ങളാലാണ് ദേവി പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. അപ്പോ സത്വം ശരിക്കും എന്താണ്? അത് നമ്മളെ സുഖത്തിലുള്ള ആസക്തി കൊണ്ട് ബന്ധിക്കും. സത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും നൈർമല്യമുള്ളതാണ് സത്വം. പക്ഷേ കർമ്മിയായി വരുന്ന ആളില് സത്വഗുണമുള്ളപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ സുഖത്തിലുള്ള ആസക്തി കൊണ്ട് നമുക്ക് സുഖം വേണം, നമ്മൾ ധർമ്മത്തിലൊക്കെ ഇരിക്കും, എന്നാലും സുഖം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ബന്ധിക്കപ്പെടും. അപ്പൊ അതൊന്ന്. രജോ ഗുണമുള്ള എന്താണ്? രാഗഹേതുവാണ്. നമ്മൾ കണ്ടു, രാഗങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്, രാഗങ്ങളും ദ്വേഷങ്ങളും മുഴുവൻ ഉണ്ടാകുന്നത് രജോ ഗുണം കൊണ്ടാണ്. അപ്പോ കർമാസക്തി, രാഗം ഉണ്ടാവുമ്പോൾ കർമാസക്തി ഉണ്ടാവും. എന്തിനോടും നമുക്ക് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ തോന്നും. അപ്പോ അതുകൊണ്ട് നമ്മൾ കർമാസക്തി ഉണ്ടാവും. അങ്ങനെ കർമ്മത്താൽ ബന്ധിക്കപ്പെടും രജോ ഗുണം. ഇനി തമോ ഗുണമോ? അജ്ഞാനമാണ് തമോ ഗുണം. അപ്പൊ ഈ അജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ദേഹികളെയും ജ്ഞാനം ബാധിക്കും. കുറച്ച് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുന്നു മാത്രം. ഈ അജ്ഞാനം ശരിക്കും എന്താ ഉണ്ടാവുന്ന? അധർമ്മത്തിലേക്ക് നമ്മളെ നയിക്കും. അജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അധർമ്മത്തിൽ നയിക്കും. ആ അധർമ്മത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ അധർമ്മം കൊണ്ടുള്ള കർമ്മം കൊണ്ട് ബന്ധനമായി. ഇപ്പോൾ സത്വഗുണമാണെങ്കിലും രജോ ഗുണമാണെങ്കിലും തമോ ഗുണമാണെങ്കിലും ഈ ലോകത്ത് നമ്മളെ ഈ 3 ഗുണങ്ങളാല് ഈ ദേഹി ബന്ധിക്കപ്പെടുക ചെയ്യുന്നത്. ആ ബന്ധനത്തിൽ നിന്നും ദേവി മുക്തയാണ്. ഇതൊക്കെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടിസ്ഥിതി പരിപാലനങ്ങൾക്ക് വേണ്ടിയിട്ടും സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ടും ദേവി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ദേവി, ഈ ബ്രഹ്മാണ്ട സ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ത്രിഗുണങ്ങൾക്ക് അതീതയാണ് ദേവി. നിസ്ത്രൈഗുണ്യ എന്ന നാമത്തില് ദേവി അറിയപ്പെടുന്നു. 789 നാമം. ഇനി 790 നാമാണ് പരാപര. ഈ നാമത്തോടു കൂടി 180 ശ്ലോകം അവസാനിക്കുകയാണ്. പരാപര, പരയും അപരയുമായി സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ പര എന്നുള്ളത് പരാകാശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടു. പര എന്ന് പറഞ്ഞാൽ ത്രിഗുണാതീതം. ഇപ്പൊ കഴിഞ്ഞ നാമത്തിന്റെ അടുത്ത നാമമാകുമ്പോൾ കഴിഞ്ഞ നാമം പിടിക്കാം നമുക്ക്. അപ്പൊ ത്രിഗുണാതീതമായിട്ടുള്ള പരബ്രഹ്മമായ ദേവി. അപ്പൊ പര അല്ലെങ്കിൽ എന്തായി? ത്രിഗുണങ്ങൾ പിടിക്കപ്പെട്ടു. പര എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ത്രിഗുണാതീതമായിട്ടുള്ള ബ്രഹ്മമായ ദേവിയാണ്. ആ ദേവിക്കാണ് പര എന്ന് പറയുന്നത്. പര അപര. അപ്പൊ പരയും അപരയുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപര എന്ന് പറഞ്ഞാൽ എന്തോ? ത്രിഗുണാത്മികയായിട്ട് ജഗത്തായി പരിണമിച്ച ദേവി. അപ്പോ ഒന്ന് പര എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ശുദ്ധബോധമാണ്, ശുദ്ധ ബ്രഹ്മമാണ്. അപര എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിഗുണാത്മകമായിട്ട് സത്വരജോ തമോ ഗുണങ്ങളാൽ ജഗത്തായിട്ട് പരിണമിച്ചവളാണ് ദേവി. ഇതും ദേവി തന്നെയാണ്. അപ്പോ പരയും അപരയുമായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഒരു തരത്തില് ത്രിഗുണാതീതയായിട്ട് ബ്രഹ്മമായിട്ടുള്ള പര എന്ന് പറയുന്ന ദേവി, മറ്റൊരു തരത്തില് ത്രിഗുണാത്മികയായിട്ട് ജഗത്തായി പരിണമിച്ചിട്ട് അതിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന ദേവി അപര എന്ന് പറയുന്നു. അപ്പൊ രണ്ടും എന്താണ്? ഒരേ ശക്തി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ ഓം പരാപരായേ നമ എന്ന് പറയുന്നു. ഇനി മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പര എന്ന് പറഞ്ഞാൽ പരൻ, അന്യൻ, അന്യമാണ്.
അകലെയുള്ളതാണ്. അപര എന്ന് പറഞ്ഞാൽ സ്വീയമാണ്, അടുത്തതാണ്. അപ്പോ ശരിക്കും ഒരേ സമയം അകലെയും അടുത്തും ഇരിക്കുന്നതാണ് ദേവി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയ കുഹരത്തിൽ തന്നെയാണ് ദേവി ഇരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മൾക്ക് കാണാൻ പറ്റുമോ ദേവിയെ? അന്വേഷിച്ചു കഴിഞ്ഞാൽ ദേവിയെ കാണാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടും ദേവി പരാ അപര എന്നാണ്. അതെ, പരയാണ് അപരയായിട്ട് പോലും. ഇനി ദേവിയെ പരാ അപര പരാപര എന്നൊക്കെയുള്ള നാമങ്ങളാല് 3 രൂപങ്ങളായിട്ട് ആചാര്യന്മാർ വിളിക്കാറുണ്ട്. അവിടേക്ക് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ദേവി പരയും അപരയുമായിട്ട്, ബ്രഹ്മാണ്ട സ്വരൂപമായിട്ടും പിണ്ടാണ്ട സ്വരൂപമായിട്ടും സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ഹൃദയകുഹരത്ത് തന്നെ ദേവി പരാപരയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഇന്ന് നമുക്കിവിടെ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.